Hello friends, TutorVault മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. കാരണം നിങ്ങൾ ഒരു യൂട്യൂബർ ആണ് അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ നിരന്തരം യൂട്യൂബിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് വ്യൂസും സബ്സ്ക്രൈബറും കൂടുന്നുണ്ടെങ്കിലും നിങ്ങളുടെ വരുമാനം കുറയാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു കാരണമുണ്ട്. അത് നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ വരുമാനം പെട്ടെന്ന് കുറയുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു 1K വരുമാനം, അതായത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് 1K ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1Kക്ക് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും കിട്ടുന്ന വരുമാനം എത്രയാണ് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ നിരവധി വീഡിയോസ് ചെയ്ത് നിങ്ങൾ നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങളുടെ 1K വ്യൂസിന് നിങ്ങൾക്ക് എത്ര വരുമാനം കിട്ടും എന്ന സംശയമുള്ളവരാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് കണ്ടിരിക്കുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയിൽ നിന്നും എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബിൽ വരുമാനം അറിയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലെ 1K വ്യൂസിന് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിലെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനായി നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ താഴെ കാണുന്ന അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം റവന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. റവന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ വീഡിയോ പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. വീഡിയോ പെർഫോമൻസിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും ലാസ്റ്റ് 28 ഡേയ്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 28 ഡേയ്സിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന എൻ്റെ യൂട്യൂബ് വരുമാനം എന്ന് പറയുന്നത് 23.41, അതായത് $23.41 ആണ്, അതായത് $. എനിക്ക് 28 ദിവസം കൊണ്ട് എൻ്റെ യൂട്യൂബിൽ നിന്നും എനിക്ക് കിട്ടിയ വരുമാനം. കാരണം എനിക്ക് ഓൾറെഡി തന്നെ യൂട്യൂബിലേക്ക് കൂടുതൽ വീഡിയോസ് ഇടാൻ താല്പര്യമുള്ള ഒരാളാണ്. പക്ഷേ ഞാൻ എൻ്റെ ടൈം കിട്ടുന്ന, അതായത് എൻ്റെ വർക്ക് ഷെഡ്യൂൾ കഴിഞ്ഞതിന് ശേഷം ഫ്രീ ടൈമിലാണ് ഞാൻ യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് നിരവധി ടൈം പരിധികളുണ്ടെങ്കിലും എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് 100% ഒരു യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്കുള്ള വ്യൂസും സബ്സ്ക്രൈബറും വളരെ കുറവാണ്. എന്നാലും എനിക്ക് 28 ദിവസം കൊണ്ട് എനിക്ക് 54.5K വ്യൂസും എനിക്ക് 28 ദിവസം കൊണ്ട് $23.41 എമൗണ്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്. $23.41 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2000 രൂപയ്ക്ക് മുകളിലുള്ള ഒരു വരുമാനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം എൻ്റെ യൂട്യൂബ് ചാനൽ ഒരു ചെറിയ ചാനലാണ്, വ്യൂസ് കുറവാണ്, സബ്സ്ക്രൈബറും കുറവാണ്. നമ്മുടെ ചാനൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോഴത്തേനും 1 lakh സബ്സ്ക്രൈബർ നമ്മൾ എത്തിക്കും എന്ന് 100% ഞാൻ ഉറപ്പ് പറയുന്നു. അതുപോലെ നമ്മുടെ ചാനലിലൂടെ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും നല്ല രീതിയിൽ യൂട്യൂബിൽ നിന്നും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും നിങ്ങളിലേക്ക് എത്തിച്ച് നിങ്ങൾക്ക് എല്ലാ ഇഷ്യൂസും നമ്മൾ സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. എനിക്ക് യൂട്യൂബിൽ നിന്നും 1Kക്ക് കിട്ടുന്ന വരുമാനമാണ്, അതായത് $0.43 ആണ് എനിക്ക് 1Kക്ക് കിട്ടുന്നത്. അതായത് $1 എന്ന് പറയുന്നത് ഏകദേശം 80-85 രൂപ ഇന്ത്യൻ റുപ്പി വരും. അപ്പോൾ എനിക്കൊരു 1Kക്ക് കിട്ടുന്ന റുപ്പീസ് എന്ന് പറയുന്നത്, ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത് ഒരു 50 രൂപ 60 രൂപയോളമൊക്കെയാണ് എനിക്ക് ഒരു 1K വ്യൂസിന് കിട്ടുന്നത്. ഇത് പലർക്കും പല രീതിയിലായിരിക്കും വേരി ചെയ്യുന്നത്. ചിലർക്ക് $1, $2, $3, അങ്ങനെ നമുക്ക് $14 വരെ, അതായത് $14 വരെ കിട്ടുന്ന 1Kക്ക് $14 വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന കാറ്റഗറി ഉണ്ട്. നമ്മുടെ ട്യൂട്ടോറിയൽ വീഡിയോ ആയതുകൊണ്ട് ഒരു മാക്സിമം RPM ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ചിലപ്പോൾ ഇതിൽ നിന്ന് കൂടാൻ ചാൻസ് ഉണ്ട്, ഇതിൽ നിന്ന് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വീഡിയോയുടെ കാറ്റഗറി, അതായത് നിങ്ങൾ ഇടുന്ന വീഡിയോ ഒരു കൺസിസ്റ്റൻസ് ആയിട്ടുള്ള വീഡിയോ ഇടുകയാണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങളുടെ RPM നിങ്ങൾക്ക് താഴെ പോകാണ്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഒരു ട്രാവൽ വീഡിയോ ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫുഡ് ചാനൽ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പേഴ്സണൽ ആയിട്ടോ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അതിലേക്കുള്ള വ്യൂസ് കുറയുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ RPM താഴെ പോകാനും നിങ്ങളുടെ ടോട്ടൽ എമൗണ്ടിൽ നിന്നും ഒരു വേരിയൻസ് അവിടെ വരുവാനും ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇടുന്ന വീഡിയോസ് ഒരു കൺസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു ചെയിനിൽ രൂപത്തിൽ, അതായത് ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കാറ്റഗറിയിൽപ്പെട്ട വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ എനിക്കിവിടെ എൻ്റെ 28 ദിവസത്തെ വരുമാനം, അതായത് എനിക്ക് 54.
5K വ്യൂസിന് കിട്ടിയിരിക്കുന്നത് എനിക്ക് $23.41 ആണ്. ഇത് കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് 1Kക്ക് യൂട്യൂബ് തരുന്ന വരുമാനം എന്ന് പറയുന്നത് $0.43 ആണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ നമ്മുടെ 54.5K വ്യൂസുമായിട്ട് നമുക്ക് ഇൻറ്റു ചെയ്ത് നമുക്ക് എൻ്റെ ടോട്ടൽ വരുമാനം കിട്ടുന്നതിനായിട്ട് നിങ്ങൾക്കിപ്പോൾ 5 ലക്ഷം വ്യൂസ് ഉണ്ട്. 5 ലക്ഷം വ്യൂസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1K വ്യൂസിന് നിങ്ങൾ $1 വെച്ച് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ 500 × 1 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മന്ത്ലി യൂട്യൂബ് റവന്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് 5 ലക്ഷം വ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. നിങ്ങളുടെ 1K, അതായത് നിങ്ങൾ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ വീഡിയോ പെർഫോമൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അടിയിലായിട്ട് റവന്യൂ ഫോർ എവരി 1K വ്യൂസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. റവന്യൂ ഫോർ എവരി 1K വ്യൂസ് RPM $0.43 എന്ന് പറഞ്ഞ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ സ്റ്റുഡിയോ എടുത്തിട്ട് അനലിറ്റിക്സ് എടുത്തിട്ട് റവന്യൂ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വീഡിയോ പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ വ്യൂസിൻ്റെ താഴെയായിട്ട് റവന്യൂ ഫോർ എവരി 1K വ്യൂസ് അതിൻ്റെ ബ്രാക്കറ്റിൽ RPM എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാണാം. ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നത് $0.43 ആണ്. പക്ഷേ ഇതായിരിക്കണമെന്നില്ല നിങ്ങളുടെ ഇതിൻ്റെ അകത്ത്. നിങ്ങളുടെ ചിലപ്പോൾ $1 $2 അല്ലെങ്കിൽ 0. ചിലപ്പോൾ ഇതിൽ കുറവായിരിക്കും നിങ്ങളുടെ കയ്യിൽ കാണിക്കുന്നത്. ആ കാണിക്കുന്നതായിരിക്കും നിങ്ങളുടെ 1K വ്യൂസിന് വരുന്ന വരുമാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ വേരി ചെയ്തുകൊണ്ടിരിക്കും. അത് നിങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുകയും കുറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള വരുമാനമായിരിക്കില്ല. അതായത് 1K വ്യൂസിന് യൂട്യൂബ് തരുന്ന RPM എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കില്ല. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഗ്രോത്തും അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്കുള്ള വർക്കൊക്കെ കണ്ടതിന് ശേഷം മാത്രമായിരിക്കും അവർ RPM ഫിക്സ് ചെയ്യുന്നത്. ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എമൗണ്ടാണ് ഈ RPM എന്ന് പറയുന്നത്. RPM നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഒരു ടോട്ടൽ മന്ത്ലി വ്യൂസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, ഇതിൽ നിന്ന് എത്ര വ്യൂസ് നമുക്ക് കിട്ടി എന്നുള്ളത്. അപ്പോൾ ആ വ്യൂസ് ഇൻറ്റു നമ്മുടെ RPM ഇൻറ്റു ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ യൂട്യൂബ് റവന്യൂ, അതായത് 1 മന്ത് യൂട്യൂബിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. എനിക്കിപ്പോൾ 1 lakh വ്യൂസ് ഉണ്ടെങ്കിൽ എനിക്ക് RPM എന്ന് പറയുന്നത് 1K വ്യൂസിൻ്റെ RPM എന്ന് പറയുന്നത് എനിക്ക് $1 ആണെങ്കിൽ അപ്പോൾ 1 lakh ആണ് വ്യൂസ്. അപ്പോൾ 100 × 1 ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ ഒരു മാസത്തെ യൂട്യൂബിൽ നിന്നും കിട്ടുന്ന റവന്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ 100 × 1 എന്ന് പറയുമ്പോൾ 100 തന്നെ കിട്ടും. അപ്പോൾ അതായത് $100 ആയിരിക്കും എൻ്റെ ഒരു മാസത്തെ യൂട്യൂബ് വരുമാനം എന്ന് പറയുന്നത്. നിങ്ങൾക്കും അതുപോലെ ഈസി ആയിട്ട് നിങ്ങളുടെ യൂട്യൂബ് വരുമാനം ഈ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ 1K വ്യൂസിൻ്റെ വരുമാനവും നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു യൂട്യൂബറാണ് അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നും വരുമാനം ഏൺ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ RPM അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് RPM താഴെ പോകുന്നതെന്നും നിങ്ങളുടെ യൂട്യൂബ് വരുമാനം പണ്ടത്തേക്കാളും കുറയുന്നതിൻ്റെ കാരണങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ RPM നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. RPM കുറയുന്നതിനും കൂടുന്നതിനുമുള്ള കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങൾ കൺസിസ്റ്റൻസ് ആയിട്ട് ഇടുന്ന വീഡിയോ കാറ്റഗറിയിൽ നിന്നും ചേഞ്ച് ചെയ്ത് ഇട്ട് കഴിയുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസ് നിങ്ങളിൽ നിന്നും മാറിപ്പോവുകയാണ്, റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിലും നിങ്ങളുടെ RPMൽ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെയിലേക്ക് ഓഡിയൻസ് കൂടുതൽ വരികയാണെങ്കിൽ RPM കൂടാനും നിങ്ങളുടെ സ്ഥിരം വ്യൂവേഴ്സ് മാറിപ്പോവുകയോ അല്ലെങ്കിൽ അത് മാറിപ്പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയിൽ നിന്നും വേറെ വീഡിയോയിലേക്ക് പോവുകയാണെങ്കിൽ, നിങ്ങളുടെ വീഡിയോ കാണാണ്ട് സ്കിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ RPM ഡിക്രീസ് ചെയ്യാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വീഡിയോ ഇടാൻ ശ്രമിക്കുക. നിങ്ങൾ ഇടയ്ക്കൊക്കെ കയറി നിങ്ങളുടെ 1K വ്യൂസിൻ്റെ വരുമാനം ചെക്ക് ചെയ്യുക. അതുപോലെ യൂട്യൂബ് വരുമാനം അറിയാനാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ മന്ത്ലി വ്യൂസ് 28 ഡേയ്സിൻ്റെ വ്യൂസ് ഇൻറ്റു നിങ്ങളുടെ RPM ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മാസത്തെ യൂട്യൂബ് വരുമാനം നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടനും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.